ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഹിസ്റ്ററി ആണ്. അപ്പോൾ നമ്മുടെ എക്സാം മാർച്ച് 7-ാം തീയതിയാണല്ലേ. അപ്പം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള 2 വീഡിയോ, ഈ വീഡിയോ കൂടാതെ നമ്മൾ ഇടുന്ന 2 വീഡിയോയും +1 ഹിസ്റ്ററിയെ സംബന്ധിച്ചതായിരിക്കും കേട്ടോ. അപ്പം അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 10 essay ക്വസ്റ്റ്യനും അത് എങ്ങനെ എഴുതാം, എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. 12 എന്ന് എഴുതിയത് മാറി വന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് 3 മാർക്ക് മുതൽ ഒരു 6 മാർക്ക് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയാ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ 1 മാർക്ക് മുതൽ 2 മാർക്ക് വരെ ചോദിക്കാവുന്നത്. ഓക്കെ, അതായത് നമ്മളത് എക്സാമിന്റെ ഒരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിന് ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ അങ്ങനെയുള്ള ഒരു ഡേറ്റിലായിരിക്കും നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം അതായത് അത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങൾ ആദ്യം essay ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. 10 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ടോട്ടൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അനലൈസ് ദ പ്രോഗ്രസ് ഓഫ് ഏർലി ഹ്യൂമൻസ് വിത്ത് ദ സ്പെഷ്യൽ റെഫറൻസ് ടു വേ ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്, ഷെൽട്ടർ, ടൂൾ മേക്കിംഗ്, ലാംഗ്വേജ് ആൻഡ് ആർട്ട്. അതായത് ഭക്ഷണ സമ്പാദന രീതി, താമസ സ്ഥലങ്ങൾ, ആയുധ നിർമ്മാണം, ഭാഷയും കലയും എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി ആധുനിക മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ വിലയിരുത്താനാണ്. ഓക്കെ, അപ്പൊ നമുക്കിതൊരു ഓർഡറിൽ തന്നെ എഴുതാം. ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ആ സ്ട്രക്ചറിൽ തന്നെ എഴുതി വരിക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് പറയാം, ഭക്ഷണ ശേഖരണ രീതി അല്ലെങ്കിൽ വേ ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. അപ്പൊ അതായത് ഈ ആദിമ മനുഷ്യൻ എന്ന് പറയുന്നത് ആസ് ലൈക്ക് എ ആനിമൽ എന്നാണ് പറയാ. ഒരു മൃഗത്തിനെ പോലെയാണ് എന്ത് ആദിമ മനുഷ്യൻ. ഭക്ഷണ രീതി കേട്ടോ. അപ്പോൾ ഒന്നാമതായിട്ട് ഭക്ഷണ രീതിയിൽ നമുക്ക് പറയാനുള്ളത് ഗാദറിംഗ് ആണ്, അതായത് ഭക്ഷണ ശേഖരണമാണ്. അതെങ്ങനെയൊക്കെയാണ്, വിത്തുകള്, പരിപ്പുകള്, പഴങ്ങൾ തുടങ്ങിയ സസ്യ ഭക്ഷണങ്ങളുടെ ശേഖരണമാണ് എന്ത് ഭക്ഷ്യ ശേഖരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അതായത് ഗാദറിംഗിൽ വരുന്നത് കേട്ടോ. സെക്കൻഡ് ആയിട്ട് നമുക്ക് എന്താണ്, സ്കാവഞ്ചിങ് ആണ്. അതായത് സ്വാഭാവികമായി ചത്തുപോയ അല്ലെങ്കിൽ മറ്റ് ഹിംസ്ര ജന്തുക്കൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസവും മജ്ജയുമെല്ലാം അവർ ഭക്ഷണത്തിനായി ശേഖരിച്ചിരുന്നു. ഇതാണ് സ്കാവഞ്ചിങ്. അടുത്തൊരു രീതി ആണ് എന്ത്, ഹണ്ടിങ് അല്ലെങ്കിൽ വേട്ടയാടൽ കേട്ടോ. അതായത് ഇത് ആരംഭിച്ചത് എന്നാണ്, 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. അതുപോലെ തന്നെ ഇവിടെ എഴുതേണ്ടതാണ് എന്ത്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും മത്സ്യത്തിന്റെ മുള്ളുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്, നമുക്ക് എന്ത് മനസ്സിലാക്കാം, മത്സ്യബന്ധനത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് ഭക്ഷണ രീതിയിൽ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കാം, ഷെൽട്ടർ അല്ലെങ്കിൽ വാസസ്ഥലം എങ്ങനെയായിരുന്നു. അതായത് ആദിമ മനുഷ്യരായ ഹോമോ ഹാബിലിസിനെ പോലുള്ളവർ മരങ്ങളിലായിരുന്നു എന്ത് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. പിന്നീട് അത് എങ്ങോട്ട് മാറി, ഗുഹയ്ക്കുള്ളിലോട്ട് മാറി. അതിനുള്ള തെളിവൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ അടുപ്പിന്റെ അവശിഷ്ടം, ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ അവശിഷ്ടം കണ്ടെത്തിയതും തീയുടെ ഉപയോഗവും അതെല്ലാം ഇവിടെ വിവരിച്ചെഴുതണം അല്ലെ. തീ എന്തിനാണ്, ഗുഹയ്ക്കുള്ളിൽ ചൂടും വെളിച്ചവും നൽകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്, വന്യമൃഗങ്ങളെ ഭയപ്പെടുത്താനും. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഏതാ നോക്കാനുള്ളത്, ടൂൾ മേക്കിംഗ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്, കെനിയ, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ട് ആദ്യത്തെ ശിലായുധ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്നത് ആരാണ്, ആസ്ട്രലോപിത്തക്കസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് നിർമ്മിച്ചിരിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഭാഷയും കലയും. അപ്പോൾ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ഭാഷ എങ്ങനെയായിരുന്നു, മനുഷ്യന്മാർ എങ്ങനെ ആഞ്ഞായിരുന്നു കാണിച്ചിരുന്നത് അല്ലേ. അതായത് ശബ്ദം, ചെറിയ ചെറിയ ഹമ്മിങ്, അതുപോലെ തന്നെ മർമറിങ് ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. മൂളലൊക്കെ ആയിരുന്നു മനുഷ്യന്മാർ ചെയ്തിരുന്നത്. പിന്നീട് അത് ഭാഷയിലോട്ട് എന്താണ് ഇവല്യൂഷൻ ചെയ്ത് വന്നതാണ്, ആവിർഭവിച്ചു വന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കലയ്ക്കും ഭാഷയ്ക്കും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. കാരണം എന്താണ്, അവർ ആദ്യമൊക്കെ അവരുടെ ഭാഷയല്ല, കൂടുതൽ അവർ ഗുഹാചിത്രങ്ങളൊക്കെ വരച്ച് അവരുടെ കലയിലൂടെയാണ് എന്ത് സംഭാഷണം നടത്താൻ അവർ ശ്രമിച്ചിരുന്നത് അല്ലെ. അതിന് പലതരത്തിൽ കാഴ്ചപ്പാടിൽ കാണുന്നവരുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രങ്ങൾ, മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ആചാരവും അതുപോലെ തന്നെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ചെറു ഗ്രൂപ്പുകളുടെ ഒരു സമ്മേളന സ്ഥലം ആയിരിക്കാം എന്നുള്ള വാദമുണ്ട്. അപ്പോൾ ഹിസ്റ്ററിനെ സംബന്ധിച്ച് എന്താണ്, കുറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഉൾക്കൊള്ളിച്ച് എഴുതേണ്ടത്. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പാരഗ്രാഫ് തിരിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ഹെഡിങ് തിരിച്ചെഴുതണം, ഹെഡിങ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. നല്ല വൃത്തിക്ക് എഴുതണം. essay മാർക്കിനൊക്കെ essay ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് കിട്ടും. ഹിസ്റ്ററിയുടെ ഒരു കുഴപ്പമാണ്, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെറിയ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Write an essay on the development of writing system in ancient Mesopotamia.
പുരാതന മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യയുടെ വികാസം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെസപ്പൊട്ടോമിയക്കാര് കളിമൺ ഫലകങ്ങളിലായിരുന്നു എഴുതിയിരുന്നത് അല്ലെ. അപ്പൊ അതിൽ എന്താ ഉണ്ടാവുക? ചിത്രരൂപത്തിലുള്ള അക്കങ്ങളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഫലകങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കുക? അതായത് കളിമണ്ണ് കുഴച്ച് അതെന്ത് ചെയ്യും? കുഴച്ച് കഴിഞ്ഞ് ഫലക രൂപത്തിൽ അവർ നിർമ്മിച്ചെടുത്ത് എന്നിട്ട് എന്താണ് അതിൽ അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ രേഖപ്പെടുത്താണ് ചെയ്യുക. അത് എന്നിട്ട് എന്ത് ചെയ്യും? ഉണക്കി സൂക്ഷിക്കുന്നു. അപ്പൊ ഇത്ര ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഓരോ ഫലകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ. അതായത് എന്താണ്, ഉണക്കിയെടുത്ത് ഫലകങ്ങൾ പിന്നീട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത്, മെസപ്പൊട്ടോമിയൻ സൈറ്റുകളിൽ 100 കണക്കിന് ഫലകങ്ങൾ കാണപ്പെട്ടിരുന്നു. അതായത് ആ ഒരു ഫലകത്തിൽ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞ് മായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേപ്പർ യൂസ് ചെയ്യാം അല്ലേ. പക്ഷേ അതുപോലുള്ളത് ഇവിടെ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ലിപിയുടെ കാര്യം നിങ്ങൾ എഴുതണം. ക്യൂണിഫോം കേട്ടോ. അപ്പൊ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്നൊക്കെ എഴുതുക കേട്ടോ. ഹിസ്റ്ററിയാണ്, അത്യാവശ്യം നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ ഭാഷയിൽ എഴുതണമെങ്കിൽ എന്താണ്, 1000 കണക്കിന് ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അത് വായിക്കണമെങ്കിലും എന്താണ്, നമ്മൾ ആ ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എഴുത്ത് എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു കലയായിരുന്നു എവിടെ, മെസപ്പൊട്ടോമിയയിൽ കേട്ടോ. അപ്പോൾ ഇതെന്താണ്, എഴുതാനും വായിക്കാനും അറിയുന്നവരപ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ച് എഴുതാട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഗണിതശാസ്ത്രം, കാലഗണന എന്നീ മേഖലകളിൽ മെസപ്പൊട്ടോമിയക്കാർ എന്താണ് ലോകത്തിന് മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ കാര്യം കൂടെ ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയക്കാര് ചന്ദ്രൻ ഭൂമിയെ പ്രദക്ഷിണം വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വർഷത്തെ 12 മാസങ്ങളായും മാസത്തെ 4 ആഴ്ചകളായും ദിവസത്തെ എന്താണ് 24 മണിക്കൂറായും അതുപോലെ തന്നെ മണിക്കൂറിനെ 60 മിനിറ്റായും തിരിച്ചിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ലോകത്തിന് നൽകിയ വലിയ സംഭാവനകളാണ്. ഓക്കെ, അപ്പൊ അത് മെയിൻ ആയിട്ട് എഴുതാട്ടോ. അപ്പൊ മെയിൻ പോയിന്റ്സ് ആണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ബാക്കി നിങ്ങൾ പഠിക്കണം കേട്ടോ. ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ കൂട്ടി എഴുതണം. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പീരീഡ് ഓഫ് ലേറ്റ് ആന്റിക്വിറ്റി വിറ്റ്നസ്ഡ് മൊമെന്റസ് ഡെവലപ്മെന്റ്സ് ഇൻ റോം സബ്സ്റ്റാൻഷിയേറ്റ്. പുരാതന കാലഘട്ടത്തിന്റെ അവസാന ഘട്ടം റോമിലെ സുപ്രധാന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു സാധൂകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റോമ സാമ്രാജ്യത്തിന്റെ വളർച്ചയും തകർച്ചയും ഉൾക്കൊള്ളുന്ന സാമ്രാജ്യത്തിന്റെ അവസാന നാളുകളിലെ ഈ സംഭവ വികാസങ്ങളെ സൂചിപ്പിക്കാനാണ് ലേറ്റ് ആന്റിക്വിറ്റി അല്ലെങ്കിൽ പിൽക്കാല പൗരാണികത എന്ന പദം തന്നെ ഉപയോഗിക്കുന്നത്. അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങുക ഈ ആൻസർ കേട്ടോ. അപ്പോൾ 4-ാം നൂറ്റാണ്ടിന്റെയും 7-ാം നൂറ്റാണ്ടിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു ലേറ്റ് ആന്റിക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ മേഖലകളിൽ എന്താണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഡയോക്ലീഷ്യന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ ഹെഡിങ് കൊടുക്കുക, അത് എഴുതുക. അതായത് എന്തൊക്കെയായിരുന്നു, തന്ത്രപരമായും സാമ്പത്തികപരമായും പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ എന്താണ് നമ്മുടെ ഈ ഒരു സാമ്രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആര് ചെയ്തേ, ഡയോക്ലീഷ്യൻ ചെയ്തത്. അതുപോലെ തന്നെ അതിർത്തികൾ എന്താണ് കോട്ട കെട്ടി സംരക്ഷിച്ചു. അതുപോലെ തന്നെ എന്താണ് സൈനിക കമാൻഡർമാർക്ക് എന്താണ് കൂടുതൽ സ്വയംഭരണാധികാരം ഓട്ടോണോമസ് പവർ കൊടുക്കുകയും ചെയ്തു. ആര്, ഡയോക്ലീഷ്യൻ കേട്ടോ. അതുപോലെ കോൺസ്റ്റാന്റിന്റെ കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങൾ അല്ലെ, അതായത് നമ്മുടെ പുതിയ നാണയം എന്താണ്, സ്വർണത്തിന്റെ നാണയം പുറത്ത് ഇറക്കിയത്, സോളിഡസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സാമ്രാജ്യത്തിന്റെ 2ാം തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ വേറൊരു മാറ്റാണ് 5 വർഷം കൂടുമ്പോഴായിരുന്നു അവിടുത്തെ സെൻസസ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ 10 വർഷമാണ് അല്ലെ. 5 വർഷം, അതായത് ഒരു കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാർ എന്ത് ചെയ്യണം, അവരുടെ ഫാമിലിയിലുള്ള അംഗങ്ങളെ പറ്റിയിട്ട് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇതായിരുന്നു എന്ത്, സെൻസസ്. ഓക്കെ, അപ്പൊ അതും ഇവിടെ എഴുതണം കേട്ടോ മാറ്റങ്ങളിലൊക്കെ. പിന്നെ പറയാനുള്ളത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സാമിൻ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇസ്ലാം ടു ദ വേൾഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ. അതായത് പഠന സാംസ്കാരിക മേഖലകളിൽ ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനകൾ. അപ്പൊ ആദ്യം ഇവിടെ എഴുതേണ്ടത് എന്താണ്, സൂഫിസ് ആണ് കേട്ടോ. അതായത് സന്യാസ ജീവിതം അല്ലെങ്കിൽ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ് ആര്, സൂഫികൾ എന്ന് പറയുന്നത്. അതായത് ദൈവത്തോടുള്ള ഈ ഒരു തീവ്രമായ സ്നേഹം എന്താണ് അവർക്ക് ദൈവവുമായി ഒത്തുചേരുവാൻ ഒരു പ്രധാന മാർഗമാകും എന്ന് അവർ കരുതിയിരുന്നു. അതുപോലെ തന്നെ സൂഫി സംഗീത സദസ്സുകളെ പറ്റി നിങ്ങൾ ഇവിടെ ഒന്ന് സൂചിപ്പിക്കണം. അതുപോലെ സൂഫിസത്തിന്റെ വാതിലുകൾ എന്ന് പറയുന്നത് എന്താണ്, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നിട്ടിരിക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സൂഫിസം എന്ന് പറയുന്നത് എന്തിനെതിരെയാണ്, സ്ഥാപനവൽക്കരിക്കുന്നതിനെ, അതായത് മതത്തിനെ എന്താണ് സ്ഥാപനവൽക്കരിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കുകയും അതിനെ വ്യക്തിപരമായ ഒരു കാര്യമായി കാണുകയും ചെയ്തതോടെ എന്തായി മാറി, ഈ ഒരു സൂഫിസം എന്ന് പറയുന്നത് ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ കേവലം ഒരു സ്ഥാപനത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല മതം എന്നുള്ളതാണ് ആര് പറയുന്നത്, സൂഫിസത്തിന്റെ വിശ്വാസം കേട്ടോ. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിവിടെ പറയേണ്ടത് എന്താണ്, ലിറ്ററേച്ചർ ആണ് കേട്ടോ, ഭാഷയും സാഹിത്യമാണ് പിന്നെ വിശദീകരിക്കേണ്ടത്. അതായത് ഭാഷയും സാഹിത്യത്തിൽ എഴുതേണ്ടത്
മധ്യകാല ഇസ്ലാമിക സമൂഹം ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഗുണങ്ങളായി പരിഗണിച്ചിരുന്നത് ഭാഷയും അതുപോലെ തന്നെ എന്താണ് സൃഷ്ടിപരമായ ഭാവനയുമായിരുന്നു. അതായത് ഒരു പേഴ്സന്റെ ഗുഡ് ക്വാളിറ്റി ആയിട്ട് കണ്ടിരുന്നത് ആളുടെ ലാംഗ്വേജും ക്രിയേറ്റിവിറ്റിയും ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് പറഞ്ഞിട്ട് തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് ഗസല്, ചെറിയ കവിതകളെ പറയുന്നതാണ്. ഓക്കെ, കാവ്യത്തിൽ ചെറിയ കവിതകളാണ് ഗസൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റുബായി എന്ന് പറയുന്നത് 4 വരി കവിതകളാണ്, അതും പറയണം. അതുപോലെ ഗസ്നിയുടെ കാര്യം ഇവിടെ പറയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പഞ്ചതന്ത്ര കഥകളും. ഓക്കെ, അപ്പൊ എന്ത് കഴിയും, നമ്മുടെ ലിറ്ററേച്ചർ ഇത്രയേ ഉള്ളൂ, സാഹിത്യത്തിൽ ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, വാസ്തുവിദ്യ. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് കമാനങ്ങള്, താഴികക്കുടങ്ങൾ, മിനാരങ്ങള്, തുറസായ നടുമുറ്റം, അതായത് റൂഫ്, ഓപ്പൺ കോർട്ട്യാർഡ്, പിന്നെ പ്രേയർ ലീഡ്, ഇമാമിന്റെ കാര്യം, അതൊക്കെ ഇവിടെ എഴുതണം. അതുപോലെ തന്നെ എന്താണ് മക്ക ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്, മിഹ്റാബ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളും ഇവിടെ എഴുതുക. അതുപോലെ തന്നെ എന്താണ് പള്ളി നിർമ്മാണ ശൈലിയിൽ തന്നെയായിരുന്നു എന്ത് സഞ്ചാരികൾക്കുള്ള വിശ്രമ മന്ദിരം, ആശുപത്രി, അതുപോലെ തന്നെ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നതും. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നതാണ് എന്ത് കാലിഗ്രഫി എന്ന് പറയുന്നത്. അതായത് എഴുത്തിന്റെ മനോഹരമായ കലയെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കാലിഗ്രഫി എന്ന് പറയാ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇസ്ലാമിന്റെ നമ്മളെ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, സൂഫിസം, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, കാലിഗ്രഫി, 4 കാര്യങ്ങൾ കേട്ടോ. അതായത് സൂഫിസം, നമ്മുടെ സാഹിത്യം, അതുപോലെ വാസ്തുവിദ്യ, കാലിഗ്രഫി. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ റോൾ ഓഫ് ചെങ്കിസ് ഖാൻ ഇൻ ബിൽഡിംഗ് അപ്പ് ദ മംഗോളിയൻ എംപയർ. അതായത് മംഗോളിയൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ചെങ്കിസ് ഖാന്റെ പങ്ക് വിശകലനം ചെയ്യുക. അപ്പൊ ഇത് തുടങ്ങേണ്ടത് എവിടുന്നാണ്? അതായത് ചെങ്കിസ് ഖാൻ ജനിച്ച സമയം മുതൽ നിങ്ങളായിട്ട് തുടങ്ങുക. ഏർലി ലൈഫ് ഓഫ് ചെങ്കിസ് ഖാൻ. അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യകാല ചെങ്കിസ് ഖാന്റെ ജീവിതം, അത് ആദ്യം എഴുതണം. ഓക്കെ, എങ്ങനെയായിരുന്നു ചെങ്കിസ് ഖാൻ, എവിടെയാണ് ജനിച്ചത്? ഇന്നത്തെ മംഗോളിയയിലാണ് ജനിച്ചത് കേട്ടോ. അപ്പൊ ആളുടെ പേരെന്താണ്, റിയൽ നെയിം, ആദ്യത്തെ പേരെന്താണ്? തെമൂജിൻ എന്നായിരുന്നു. ഓക്കെ, ആൾക്ക് എത്ര മക്കളാണ്? 4 മക്കളായിരുന്നു. അപ്പോൾ ചെങ്കിസ് ഖാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെങ്കിസ് ഖാന്റെ ഫാദർ, അച്ഛൻ എന്താണ് കൊല ചെയ്യപ്പെടുകയുണ്ടായി. പിന്നീട് അമ്മയാണ് വളർത്തുന്നത്. വളരെ കഷ്ടത നിറഞ്ഞൊരു കുട്ടിക്കാലമായിരുന്നു ചെങ്കിസ് ഖാന്റേത്. 2 സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ പിന്നീട് ഒരു സുഹൃത്തുമായിട്ട് ചെങ്കിസ് ഖാൻ ഏറ്റുമുട്ടുന്നുണ്ട്, ജമൂക്ക കേട്ടോ. അപ്പൊ ഈ ജമൂക്കേനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്, തോൽപ്പിക്കുന്നുണ്ട്, ചെങ്കിസ് ഖാൻ തോൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞു എഴുതുക. പിന്നീട് എഴുതേണ്ടത് മിലിറ്ററി സ്ട്രാറ്റജിയാണ്, സൈനിക തന്ത്രങ്ങളാണ്. അതായത് എങ്ങനെയായിരുന്നു അഡൽട്ട് മെയിൽ, ആ സിറ്റിസൺ, അതായത് ആ രാജ്യത്തുണ്ടായിരുന്ന പൗരന്മാരായിരുന്ന അഡൽട്ട് മെയിൽസ് എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ എന്താണ് സൈനികരായിട്ട് മാറണം കേട്ടോ, രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെങ്കിസ് ഖാന്റെ എങ്ങനെയായിരുന്നു മിലിറ്ററി ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഡിവിഷൻ ഓഫ് ടെൻസ് ആയിരുന്നു. ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്ന് പറയുന്ന ശ്രേണീകരിച്ചിട്ടായിരുന്നു ചെങ്കിസ് ഖാന്റെ ആർമി ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും വലുത് ഏതായിരുന്നു? 10,000 ആയിരുന്നു കേട്ടോ, ലാർജസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചെങ്കിസ് ഖാൻ വരുന്നതിന് മുന്നേ അവിടെ എങ്ങനെയായിരുന്നു ഈ ടെൻസ്, ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് ഓരോ കാസ്റ്റ് ക്ലാസ് ബേസിലായിരിക്കും. ഓക്കെ, ട്രൈബ് ഒക്കെ ബേസിലായിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ യൂണിറ്റിൽ തന്നെ ഇപ്പോൾ ടെൻസിന്റെ യൂണിറ്റ് ആണെങ്കിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരു ട്രൈബിൽ പെട്ടവരായിരിക്കും. പക്ഷേ ചെങ്കിസ് ഖാൻ അത് മാറ്റി പലതരത്തിലുള്ളവരും പല ഗ്രൂപ്പുകളിലും ആക്കാൻ തുടങ്ങി. ഓക്കെ, ചെങ്കിസ് ഖാൻ അങ്ങനെ പക്ഷഭേദമൊന്നും കാണിച്ചിരുന്നില്ല. ഓക്കെ, എന്നിട്ട് ഈ ട്രൈബിന്റെയൊക്കെ നേതൃത്വം ആർക്കാണ് കൊടുത്തത്? ചെങ്കിസ് ഖാന്റെ 4 മക്കൾക്കാണ്. അപ്പൊ അതും ഇവിടെ എഴുതണം. ഓക്കെ, പിന്നെ എഴുതേണ്ടത് കോഡ് ഓഫ് ലോ ആണ്. അതായത് യാസ എന്ന് പറയുന്നതും കൊറിയർ സിസ്റ്റം എഴുതണം, യാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടെ നിങ്ങൾ വിശദീകരിച്ച് എഴുതേണ്ടത്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6th ക്വസ്റ്റ്യൻ ആണ്. മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 ഓർഡേഴ്സ്. വാട്ട് ആർ ദേ ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഫീച്ചേഴ്സ്. അതായത് മധ്യകാല യൂറോപ്യൻ സമൂഹം 3 ക്രമങ്ങളായി വിഭജിക്കപ്പെട്ടു. അവ എന്തൊക്കെയാണ്? അവയുടെ സവിശേഷതകൾ വിശദീകരിക്കണം. ഇത് വളരെ എളുപ്പമാണ് അല്ലെ. ഫസ്റ്റ് ഓർഡർ ക്ലർജി, പുരോഹിതരായിരുന്നു, അവർക്കുള്ള ഡ്യൂട്ടി പറയണം. സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? നോബിൾസ്, പ്രഭുവർഗാണ് അല്ലെ. തേർഡ് ഓർഡർ എന്ന് പറയുന്നത് ദ പെസൻസ് ആൻഡ് അതേഴ്സ്, കർഷകരും മറ്റു വിഭാഗങ്ങളും. അപ്പൊ ഇതാണ് ഇവിടെ സവിശേഷതകൾ വിവരിച്ച് എഴുതാട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളത്, സിമ്പിൾ ആണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ റോൾ ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ദ ഗ്രോത്ത് ഓഫ് ബ്രിട്ടൻ. അതായത് ബ്രിട്ടന്റെ വളർച്ചയിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ പങ്ക് വിശകലനം ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്തിൽ നിന്ന് തുടങ്ങാം? കോൾ ആൻഡ് അയേൺ ഇൻഡസ്ട്രി, അതായത് ഇരുമ്പ് അതുപോലെ തന്നെ കൽക്കരി വ്യവസായത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ അതാണ് ബ്രിട്ടന്റെ വളർച്ചയെ സ്വാധീനിച്ച ഒന്നാമത്തെ വ്യവസായശാല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് യാത്രാ നിർമ്മാണത്തിന് ആവശ്യമായ കൽക്കരിയും ഇരുമ്പയിരും ഇംഗ്ലണ്ടിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. ഇത് എന്തിലോട്ട് നയിച്ചു? വ്യാവസായികവൽക്കരണത്തിലോട്ട് നയിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കണ്ടുപിടുത്തവും എഴുതണം. അതുപോലെ തന്നെ പരുത്തിയിലും നെല്ലിലും ഉണ്ടായ വിപ്ലവം കൂടെ എഴുതാട്ടോ. പിന്നെ നമുക്ക് അതിൽ നോക്കാനുള്ളത് തന്നെയാണ് ജലശക്തിയാണ്. ഓക്കെ, ജലശക്തിയിൽ എഴുതേണ്ടത് നമ്മൾ ജലത്തിൽ നിന്നാണ് എന്ത് കൊണ്ടുവരുന്നത്? ആവിശക്തി കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പൊ ആ കാര്യമാണ് എഴുതേണ്ടത് കേട്ടോ.
ഓക്കെ, പിന്നെ എന്താണ് ഗതാഗതത്തിലുണ്ടായ വിപ്ലവം, അതായത് കനാലുകളും റെയിൽവേസും. ഓക്കെ, ഇവിടെ എഴുതേണ്ടത് എന്താണ്, അതായത് ഈ കാലഘട്ടത്തിലായിരുന്നു ഗതാഗത മേഖലയിലും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ഗതാഗതം ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ ഇക്കാലത്താണ് നിരവധി കനാലുകൾ നിർമ്മിക്കപ്പെട്ടത്. അതായത് കനാൽ എന്താണ്, അതിൽ ബോട്ടിംഗ് സൗകര്യമാണ് കേട്ടോ നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ അവ പ്രധാനമായും എന്തിനായിരുന്നു, ചരക്കുകളും അസംസ്കൃത വസ്തുക്കളും കൊണ്ടുപോകാനാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു കനാലുകളുടെ നിർമ്മാണം പട്ടണങ്ങളിൽ എന്താണ് പുതിയ കച്ചവട കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിനും വഴി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ എഴുതണം. ഓക്കെ, പിന്നെ അതിൽ പറയേണ്ടത് തന്നെയായിരുന്നു എന്ത്, റെയിൽവേയുടെ കണ്ടുപിടുത്തം കേട്ടോ. ഇത് വില കുറഞ്ഞതും വേഗതയേറിയതും വർഷം മുഴുവൻ ലഭ്യമാകുന്നതുമായ ഒരു ഗതാഗത സംവിധാനത്തിന് വഴിയൊരുക്കി എന്നുള്ളതാണ്. ഓക്കെ, യാത്രക്കാരെയും കൊണ്ടുപോവാം, ചരക്കും കൊണ്ടുപോവാം. ഓക്കെ, അവിടെ അതും എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ വിശദീകരിച്ച് എഴുതണം മാർക്കിനനുസരിച്ച് കേട്ടോ. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതായത് വ്യാവസായിക വിപ്ലവത്തിന്റെ പ്രത്യാഘാതം. ഓക്കെ, അതാണ് ആഘാതം എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ചേഞ്ച് ലീവ്സ് ആണ്. നമ്മളെ എന്താണ് ജീവിതാവസരങ്ങളിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ് മാറി അല്ലെ. അതായത് പണിയെടുക്കുന്നവരുടെ എന്താണ് വർക്കേഴ്സ് തൊഴിലാളികളുടെ കണ്ടീഷൻ സാഹചര്യങ്ങൾ മാറി എന്നുള്ളതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാഹചര്യത്തിൽ എന്താണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് വൻകിട കമ്പനികളൊക്കെ കുട്ടികളെയും സ്ത്രീകളെയും വെച്ച് പണിയെടുപ്പിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. കാരണം എന്താ, അവർക്ക് തുച്ഛമായ ശമ്പളം കൊടുത്താൽ മതി എന്നുള്ള കാരണം കൊണ്ട്. അതായത് പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനം നൽകിയാൽ മതി. അതുകൊണ്ട് തന്നെ എന്താണ് സ്ത്രീകളെയും കുട്ടികളെയും ജോലിക്ക് എടുക്കാനാണ് വ്യവസായികൾ താല്പര്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരെ ദീർഘനേരം പണിയെടുപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ എന്താ എന്നും എഴുതണം. അതായത് വർദ്ധിച്ചു വരുന്ന ദുരിതങ്ങളും ചൂഷണവും തൊഴിലാളികളെ എന്താണ് പ്രക്ഷോഭം ആരംഭിക്കാൻ നിർബന്ധിതരാക്കി എന്നുള്ളതാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു ഇതിനുള്ള ഒരു പ്രചോദനം നൽകിയത്. ഓക്കെ, അപ്പോൾ തൊഴിലാളികളുടെ ഈ കഠിനമായ സാഹചര്യങ്ങൾക്കെതിരെയായിരുന്നു ഇംഗ്ലണ്ടിൽ അത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഉയർന്നു വന്നത് അല്ലേ. അപ്പോൾ ആ കാരണങ്ങൾ വെച്ചിട്ട് എഴുതണം കേട്ടോ. സിമ്പിളായിട്ട് എന്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞ് നിങ്ങൾ വിശദീകരിച്ച് എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് മെയ്ജി റെസ്റ്റോറേഷൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ജപ്പാൻ, അതായത് ജപ്പാന്റെ ചരിത്രത്തിലെ മെയ്ജി പുനഃസ്ഥാപനത്തിന്റെ പ്രാധാന്യം പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുമ്പോഴേക്കും എന്താണ് ജപ്പാന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പൂർണ്ണമായി മാറുകയാണ് ഉണ്ടായത്. ഈ ഒരു കാലയളവിൽ ജപ്പാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ ആര് താല്പര്യം പ്രകടിപ്പിക്കുകയാണ്, USA അമേരിക്ക താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അമേരിക്ക എന്താണ് മാത്യു പെറിയ എന്ന് പറയുന്ന ആളെനെ ജപ്പാനിലോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് വ്യാപാരത്തിന് അനുമതി ലഭ്യമാക്കുക, ജപ്പാനുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു മാത്യു പെറുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. മാത്യു പെറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ഈ ജപ്പാന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ, ആളുടെ വരവ് ജപ്പാന്റെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതായത് ഷോഗൺ ഭരണകൂടത്തിന്റെ അന്ത്യത്തിനും മെയ്ജി പുനഃസ്ഥാപനത്തിനും ആരുടെ വരവ് കാരണമായി, അതായത് മാത്യു പെറിയുടെ വരവ് കാരണമായി എന്നുള്ളതാണ്. അങ്ങനെ ഈ ഷോഗന്മാരെ പുറത്താക്കി കലാപകാരികൾ ചക്രവർത്തിയെ എദോയിലേക്ക് കൊണ്ടുവരികയും രാജവാഴ്ച പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ പുതിയ ചക്രവർത്തിയെ മെയ്ജി, അഥവാ മെയ്ജിയുടെ അർത്ഥം എന്താണ്, എൻലൈറ്റഡ്, അതായത് ഉദ്ബുദ്ധൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. ഈ സംഭവമാണ് എന്ന് അറിയപ്പെടുന്നത് മെയ്ജി പുനഃസ്ഥാപനം എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരാം. എന്നിട്ട് എന്താണ് രാജ്യത്ത് ഉണ്ടായ പിന്നീടുള്ള പദ്ധതികൾ, അതായത് സമ്പന്നമായ ഒരു സമ്പദ് വ്യവസ്ഥയും ശക്തമായ ഒരു സൈന്യവും അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ജപ്പാൻകാർ എന്താണ് അത് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്കിടയിൽ ദേശീയത വളർത്തുവാനും അതുപോലെ തന്നെ പ്രജകളെ പൗരന്മാരാക്കി മാറ്റുവാനുമുള്ള നയപരിപാടികൾ നടപ്പിലാക്കി. അതുപോലെ തന്നെ എന്താണ് ചക്രവർത്തി സമ്പ്രദായം നടപ്പിലാക്കാനാണ് പുതിയ ഭരണകൂടം തീരുമാനിച്ചത്. അങ്ങനെ എന്താണ് ചക്രവർത്തിക്ക് ഒരു ദൈവിക പരിവേഷമാണ് ആര് നൽകിയത്, ഈ ഒരു സമ്പ്രദായം നൽകിയത് കേട്ടോ. അതായത് ചക്രവർത്തിയെ സൂര്യദേവതയുടെ പിൻഗാമിയായിട്ടാണ് അവർ കരുതിയിരുന്നത്. ഓക്കെ, അതെല്ലാം എഴുതണം. അതുപോലെ തന്നെ ചക്രവർത്തിയുടെ സൈനിക യൂണിഫോം, അതായത് പാശ്ചാത്യ മാതൃകയിലുള്ള ഒരു സൈനിക യൂണിഫോം ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ചക്രവർത്തി ധരിച്ചിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്താണ് അവിടെ ദേശീയ അവധിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ പാശ്ചാത്യ രീതിയിലുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം, അതായത് എല്ലാവർക്കും വിദ്യാഭ്യാസം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ ഫീസിൽ എന്നുള്ളതാണ്.
ഓക്കെ, ആ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് പുതിയ ഭരണ സമ്പ്രദായം കേട്ടോ. അതായത് 20 വയസ്സ് കഴിഞ്ഞ എല്ലാ യുവാക്കളും ഒരു നിശ്ചിത കാലത്തേക്ക് എന്താണ് സൈനിക സേവനം നടത്തണമായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ജപ്പാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം, ഓക്കെ, ആ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ എണ്ണവും എന്താണ് ഈ കാലയളവിലാണ് വർദ്ധിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ജപ്പാനീസ് ഫാക്ടറികളിൽ ഏറ്റവും കൂടുതൽ ആരായിരുന്നു? സ്ത്രീകളായിരുന്നു കേട്ടോ. അങ്ങനെ 1930 ശേഷമാണ് പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ വ്യവസായശാലകളുടെ എണ്ണം മാത്രമല്ല വലുപ്പവും എന്താണ് ഇക്കാലത്ത് വർദ്ധിക്കുകയുണ്ടായി. ഓക്കെ, പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് പിന്നീട് വഴിവെച്ച കാര്യമൊക്കെ ഇവിടെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾ എന്താണ് വിവരിച്ച് എഴുതണം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. നിങ്ങൾ പോയിന്റ്സ് മാർക്ക് ചെയ്ത് പഠിക്കുക, എന്നിട്ട് അത് വിവരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വീഡിയോയുടെ അവസാനം നമുക്ക് എങ്ങനെ എക്സാം എഴുതാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും 10th ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്രൈസിസ് ഓഫ് ദ 14th century ക്രിയേറ്റഡ് സോഷ്യൽ അൺട്രസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ യൂറോപ്പ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. അതായത് 14ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി യൂറോപ്പിൽ സാമൂഹിക അശാന്തിയും രാഷ്ട്രീയ മാറ്റങ്ങളും സൃഷ്ടിച്ചു. പ്രസ്താവന വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ എഴുതേണ്ടത് 14ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ യൂറോപ്യൻ സാമ്പത്തിക വികാസം എന്താണ് മന്ദഗതിയിലാവുകയാണ് ഉണ്ടായത്, സ്ലോ ഡൗൺ ആവുകയാണ് ഉണ്ടായത്. കാരണം എന്താണ്? പ്രധാനമായിട്ടും 3 കാരണമാണ് പറയുന്നത്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം, വ്യാപാര തകർച്ച, അതുപോലെ തന്നെ പ്ലാഗ്. അത് വിശദീകരിച്ച് എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള എസ്സേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എക്സാം എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഈ എസ്സേ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അതായത് നിങ്ങൾ പാരഗ്രാഫ് തിരിച്ച് ഹെഡിങ് ഹൈലൈറ്റ് ചെയ്ത് തന്നെ എഴുതുക. ഓക്കെ, സെക്കൻഡായിട്ട് നമ്മൾ പറയുന്ന ഒരു പോയിന്റ്, നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു, അപ്പോൾ അതിന് താഴെ നമ്മൾ പാരഗ്രാഫ് തിരിച്ച് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് ആൻസറുമായി ബന്ധിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷൻ, ലോകത്തിന് നൽകിയ സംഭാവനകൾ, അതാണ്. അപ്പം നമ്മളെല്ലാ സൂഫിസവും ലിറ്ററേച്ചറും കാലിഗ്രഫിയും എല്ലാം എഴുതി കഴിഞ്ഞ് എന്നിട്ട് അവസാനം നിങ്ങൾ എന്താണ് ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വരി വിട്ടിട്ട് എഴുതുക, ഇതെല്ലാമാണ് നമ്മുടെ ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനകൾ. അങ്ങനെയും കൂടെ ചേർക്കണം. ഓക്കെ, എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയിൽ വൃത്തിക്ക് എക്സാം എഴുതാൻ പറ്റുക അതുപോലെ നിങ്ങൾ എഴുതണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഹ്യൂമാനിറ്റീസുകാരുടെ കാര്യമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹിസ്റ്ററിയിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം എഴുതാനുണ്ടല്ലേ. അപ്പോൾ എഴുതുന്ന കാര്യം, അതായത് നമ്മൾ പഠിച്ച കാര്യം എഴുതുമ്പോഴും അത്രയും വൃത്തിക്ക് എഴുതുക. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫുൾ മാർക്ക്, അതായത് ആ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ എഴുതാതെ പോകരുത് കേട്ടോ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ എല്ലാം സ്ട്രക്ചർ ചെയ്ത് എഴുതുക. 3ാമത്തെ കാര്യം അതാണ്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ എഴുതുമ്പോൾ ഇവിടുത്തെ കാര്യം ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ ബാക്കി അവിടെ കൊണ്ടുപോയി എഴുതരുത്. പറയാനുള്ള കാര്യം ഇപ്പോൾ സൂഫിസം പറയുമ്പോൾ സൂഫിസം തന്നെ എഴുതുക. പിന്നെ കാലിഗ്രഫിയിൽ കൊണ്ടുപോയി അത് എഴുതരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ മറ്റു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു. ഇവിടെ നിർത്താണ്. ഓക്കെ.